ഹലോ വീക്കിലോ സ്റ്റോറി അൻവർ റഷീദ്, ഡയറക്ഷൻ അൻവർ റഷീദ്, സ്ക്രിപ്റ്റും കാര്യങ്ങളും ചെയ്തേക്കുന്ന ബെന്നി പി. എന്താ പടം! ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഉടനീളം ഫണ്ണ് കോമഡി. ലാലേട്ടൻ്റെ ഒക്കെ ഇൻട്രോ എന്ന് പറഞ്ഞാൽ തിയേറ്റർ പൂരപ്പുറമ്പായി മാറി. അമ്മാതിരി ഇൻട്രോ, ഒരു പാട്ടും അതിനുശേഷം രാഹുൽ രാജിൻ്റെ ഒക്കെ ഇജാതി പാട്ട്. എൻ്റെ പൊന്ന്, ഒരു രക്ഷയില്ലാത്ത പാട്ടുകൾ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഇന്ദ്രജിത്ത് ആണെങ്കിലും നമ്മളെ ബിജുക്കുട്ടനാണെങ്കിലും നമ്മളുടെ സിദ്ദിഖിൻ്റെ ഒക്കെ പെർഫോമൻസ്, എൻ്റെ പൊന്നെ, മുള്ളൻ ചന്ദ്രനായിട്ട് പുള്ളി അങ്ങ് അഴിഞ്ഞാടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതിലപ്പുറം അഴിച്ചു വിട്ടേക്കോ പുള്ളിനെയൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ജഗതിയുടെയൊക്കെ എൻട്രി ഉണ്ട്, അത് പറയേണ്ട കാര്യങ്ങളാണ്. അതുകൂടാതെ നമ്മളുടെ വില്ലൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ രോമ എണ്ണീറ്റ് വന്നോണം കലാഭവൻ മണിയുടെ ഇൻട്രോ. കുടയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ നൂതി വരിക. പക്ഷെ എൻ്റെ പൊന്നേ, അവൻ എടുത്തു പറയേണ്ട കാര്യമാണ് പുള്ളിയുടെ പെർഫോമൻസ്. നട്ടേഷൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും, അതന്നെ കൊന്നിരിക്കും. ജാതി വില്ലൻ ലാലേട്ടൻ വിറപ്പിച്ചെന്ന് തന്നെ പറയാം. അമ്മാതിരി സെറ്റപ്പ്. പിന്നെന്ന് പറഞ്ഞാൽ വേറൊരാളുണ്ട്, വിനായകൻ. പുള്ളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമ കുറേ ഭരിക്കും വരും കാലങ്ങളിൽ. ഇജാതി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇജാതി പെർഫോമൻസ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ സായ് കുമാറിൻ്റെ അഭിനയം. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ ലാലേട്ടനെക്കാട്ടി ചെറുപ്പം വന്ന എൻ്റെ ഒരിത് പുള്ളിയുടെ അച്ഛനായിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ ഒരാളെ ഞാൻ വിട്ടുപോയി, നമ്മളെ മുകേഷ് അണ്ണൻ്റെ അമ്മ. പാമ്പേ പാമ്പേ പാമ്പേ. എൻ്റെ പൊന്നെ, ചിരിച്ച് ഒരു വഴിയായി. അടിപൊളി ജാതി പരിപാടികളൊക്കെ അവരൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ കോമഡിയും കാര്യങ്ങളും കൂടെ വരുമ്പോൾ നമ്മൾ കണക്റ്റ് ആവും, ഇന്നാവും പടത്തിൽ. അമ്മാര് പെർഫോമൻസ് അവരെല്ലാം നിങ്ങൾ കണ്ടിരിക്കേണ്ട പടമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു മിനിറ്റ് ലാഗടിക്കത്തില്ല, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. അമ്മാതിരി പടം, കളർഫുൾ പരിപാടി. ചോട്ടാ മുംബൈ.